സോണിയാഗാന്ധിയെ ആക്രമിക്കുകയാണ് ബി.ജെ.പി. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടിക്കിടെ വന്ദേമാതരം മുഴുവനായി ആലപിച്ചപ്പോൾ അതിൽ അസ്വസ്ഥത പൂണ്ടതാണ് സോണിയാഗാന്ധിക്കെതിരെയുള്ള രോഷത്തിന് കാരണം. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കരുത് എന്നുള്ള നിലപാടുള്ള വ്യക്തിയാണ് സോണിയാഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് അവർ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തത്. സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പറയുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ അപമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കോൺഗ്രസ് തിരിച്ചടിച്ചിട്ടുണ്ട്. ദേശീയ പതാകയെ മാനിക്കാതിരുന്ന RSSന്റെ നേതാവിന് ഇത് പറയാൻ എന്തർഹത എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ഏതായാലും കേസെടുക്കണമെന്നുള്ള ആവശ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് കോൺഗ്രസ് ആകട്ടെ പലപ്പോഴും ജയറാം രമേശ് അടക്കമുള്ളവർ ഈ സംഭവത്തെ വ്യാഖ്യാനിച്ച് കുളമാക്കുകയും ചെയ്യുന്നുണ്ട്. ജിമ്മി, ഇക്കാര്യത്തിൽ വന്ദേമാതരം ആലപിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ഒരു വ്യക്തത കുറവുണ്ടോ എന്നുള്ള പ്രശ്നം ആദ്യമുണ്ട്. പൂർണ്ണമായി ആലപിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിന് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അത് ആലപിക്കുകയുണ്ടായി. അതിനിടയിലാണ് സോണിയാഗാന്ധി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അത് പൂർണ്ണമായി ആലപിച്ചതിനെ അവർ അത് നിർത്തിക്കാനുള്ള ശ്രമം പോലെ അവർ നടത്തുകയൊക്കെ ചെയ്തത്. അതിനിടയിൽ ബി.ജെ.പി. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള ആശയക്കുഴപ്പം കോൺഗ്രസിനുണ്ടോ? ബി.ജെ.പി. അവരുടെ നിലവിലുള്ള അവർ പെട്ടുപോയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. നീറ്റിൻ്റെ അടക്കമുള്ള വിഷയത്തിൽ, രാമക്ഷേത്രത്തിനടക്കമുള്ള വിഷയത്തിലൊക്കെ പെട്ടുപോയി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രത കൂടിയാണോ ഇത്? ഇതെല്ലാം ഉണ്ട്. നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ച് തിന്നും, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തല്ല് കിട്ടും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. കോൺഗ്രസിന് ഇത് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല എന്നൊരവസ്ഥയിൽ കോൺഗ്രസ് കുടുങ്ങിയിരിക്കുന്നത് അവരുടെ തന്നെ ആശയ പാപ്പരത്വത്തിൻ്റെയും അവരുടെ തന്നെ ഉറപ്പില്ലായ്മയുടെയും അവരുടെ തന്നെ രാഷ്ട്രീയ രാഹിത്യത്തിൻ്റെയും പ്രശ്നമാണ്. രാഹുൽ ഗാന്ധി ഒരു വഴിക്ക്, ബാക്കിയുള്ളവർ മറ്റൊരു വഴിക്ക് എന്നുള്ളത് നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ട്. ഇനി ചില സമയത്താണെങ്കിൽ കോൺഗ്രസ് തന്നെ വേറൊരു വഴിക്ക്, കോൺഗ്രസിൻ്റെ ഐഡിയോളജി വേറൊരു വഴിക്ക്, അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും നോർത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള ആളുകൾ അവരുടെ ജാഥയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായാലും, എന്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്കയൊക്കെ വരുമ്പോൾ പച്ചക്കൊടി വരണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷനിലുമൊക്കെ മൊത്തത്തിൽ ആകെ കൺഫ്യൂസ്ഡാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നൊരു സാധനം, രാഹുൽ ഗാന്ധിയാണ് ഈ പ്രസ്ഥാനത്തെ ലെഫ്റ്റിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല, കോൺഗ്രസിൻ്റെ സ്വഭാവം അതല്ല, കോൺഗ്രസിൻ്റെ കൾച്ചർ അതല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ കൺഫ്യൂഷനകത്തുനിന്ന് ഊരാൻ പറ്റാത്തടത്തോളം കാലം ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ പെടും. ഇത് കൃത്യമായി അറിയാവുന്ന ബി.ജെ.പി. അതനുസരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൗത് ക സൗദാഗർ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കാലത്ത് മോദിയെ അറ്റാക്ക് ചെയ്ത ആളുടെ പേരാണ് സോണിയാഗാന്ധി. അവിടെ നിന്ന് ഗുജറാത്ത് കലാപം പറയാതിരിക്കുന്നതിലേക്കെത്തി. രാമക്ഷേത്രം പണിയാൻ വേണ്ടി ബാബറി പള്ളി തകർത്തതിനെക്കുറിച്ച് ശക്തിയുക്തം പറഞ്ഞിരുന്ന കോൺഗ്രസ് അത് മിണ്ടുകയില്ല എന്ന് മാത്രമല്ല, സ്കൾ ക്യാപ്പുമായി ഒരാൾ പോലും ജാഥയുടെ അവരുടെ പ്രകടനങ്ങളുടെ ഭാഗമായി വരാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്നതിലേക്ക് വന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി ഇനി എങ്ങാനും പാകിസ്ഥാൻ ആകുമെന്ന് പറയുമെന്ന് പേടിച്ച് അവരോട് കൊടി മടക്കി വെക്കണം എന്ന് പറയുന്നതിലേക്ക് എത്തി. ഇതിലെല്ലാം ഈ ആശയവൈരുദ്ധ്യവും കോൺട്രഡിക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രണ്ടിടത്താണ്, ഒന്ന് കർണാടകത്തിലും മറ്റൊരു ഡൽഹിയിലും, മറ്റ് സ്ഥലങ്ങളിൽ കേസ് വരാൻ പോവാണ്. അവരർഹിക്കുന്ന ഗതികേടാണ് ഈ കേസിൻ്റെ പുറകെയുള്ള ഓട്ടം എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം വ്യക്തമായൊരു നിലപാട്. ഇപ്പോൾ ഇപ്പോഴും ഇന്ന് ഈ വിവാദം തുടങ്ങിയിട്ട് 4-5 ദിവസമായി. ഇപ്പോഴും നമ്മൾ എന്താ നിലപാട് നീക്കുമ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത്, ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, 1937 ഞങ്ങളുടെ നേതാക്കൾ തീരുമാനിച്ചതാണ്. അപ്പോൾ ചോദിക്കുക, എന്താ തീരുമാനിച്ചാൽ ഇപ്പം നിലപാട്? അത് നിങ്ങൾ വരുന്ന ദിവസങ്ങൾ അറിഞ്ഞോളൂ എന്നാണ്. അല്ല, സത്യത്തിൽ പാടുവോ ഇല്ലയോ ഒന്നും പറയാനില്ല. ഇപ്പം ജെബി മേത്തർ ഒരു ഘട്ടത്തിൽ അന്ന് വിവാദം ഉണ്ടാകുമ്പോഴത്തേക്കും വളരെ ശക്തമായി ഞങ്ങളുടെ നിലപാട് മുഴുവൻ പാടേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ പോവാണ്. ഈ കൺഫ്യൂഷൻ അവരെത്ര കാലം കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തിൽ കോൺഗ്രസിനൊരു രാഷ്ട്രീയ വ്യക്തത വരുന്നത് വരെ കുറച്ച് സോഫ്റ്റ് ഹിന്ദുത്വയും കുറച്ച് ഒരു ലെഫ്റ്റിസ്റ്റും കൂടെ ചേർന്ന് എല്ലാം കൂടെ ചേർന്ന് അവിയൽ പരുവത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി വന്നാൽ അവരുടെ കൂടെ നിൽക്കാം, തമിഴ്നാട്ടിൽ വിജയ് വന്നാൽ അവരുടെ കൂടെ കേടി കുറച്ച് കയ്യടി വാങ്ങിക്കാം, കുറച്ച് വോട്ട് വാങ്ങിക്കാം. ഇങ്ങനെ
പലതരം പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതല്ലാതെ വ്യക്തമായ രാഷ്ട്രീയം പറയാൻ എന്നുവരെ ധൈര്യം കാണിക്കാതിരിക്കുമോ അതുവരെ കോൺഗ്രസ് അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് കേരളത്തിൽ വന്ദേ മാതരം പാടിയില്ല എന്ന് ചോദിച്ചാൽ CPM-കാർ പറഞ്ഞു ഞങ്ങളെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അത് തമാശയാണ്. പക്ഷേ കേരളത്തിലെ ജാഗ്രതയാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഈ വന്ദേ മാതരം മുഴുവൻ പാടുന്നത് ശരിയല്ല നിലപാട് എടുത്തിച്ചതെന്നുള്ളത് തന്നെയാണ് സത്യം. മറ്റ് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പറയാൻ നട്ടെല്ലുള്ള പ്രസ്ഥാനങ്ങളില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ തനി സ്വഭാവം, അവിടെയുള്ള കോൺഗ്രസിൻ്റെ തനി സ്വഭാവം അതെന്ന് പറഞ്ഞാൽ ഇതടക്കമുള്ള അപ്പീസ്മെൻറ്റിൻ്റെ സ്വഭാവം തന്നെയാണ്. അതവർ കാണിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പമാണ് BJP വളരെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തതുപോലെ വളരെ വിദഗ്ധമായി 150-ാം വാർഷികം ഒരു പ്രത്യേക ഒരു ചരിത്ര മുഹൂർത്തവും കിട്ടി. വന്ദേ മാതരത്തിന് ജനഗണമനയുടെ അതേ ലോക്കൽ സ്റ്റാൻഡ് കൊടുത്തുകൊണ്ട് അത് തൊട്ടാൽ അതിനെക്കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും, തടസ്സപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റാൻസയല്ല 6 സ്റ്റാൻസയും പാടണം, അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ പ്രശ്നമാണ്, നിയമം വന്നു. അപ്പോൾ എല്ലാ തരത്തിലും ലോക്ക്ഡൗണ്. സത്യം പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. പട്ടിയിറച്ചിയുടെ അവസ്ഥയിലാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത്. എന്താണ് മറുഭാഗത്ത് BJP ഇതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? BJP അത് നമുക്ക് BJP മൊത്തത്തിലൊരു ഡിമോറലൈസ്ഡ് ആയ സിറ്റുവേഷനാണല്ലോ. CJP പ്രൊട്ടസ്റ്റ്, അവർക്ക് ഇദ്ദേഹത്തിന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള രാജ്യത്ത് ചെറുപ്പക്കാർക്കിടയിൽ ബഹുജനങ്ങൾക്കിടയിൽ ഭരണത്തോടുള്ള വിപ്രതിപത്തിയുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓറ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അതിൽ പഴയ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന ബാബരി മസ്ജിദ്, വന്ദേ മാതരം, ഇങ്ങനെയൊക്കെയുള്ള വൈകാരികമായ വിഷയങ്ങൾ എടുത്തിട്ട് ഇത് മറികടക്കാം എന്നൊരു ആലോചന ഉണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും നിയമ നടപടി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഞാനതിനെ അങ്ങനെ ഒരു കേസുമായിട്ട് ഗവൺമെൻറ് പോകുന്നതിന് നല്ല നിലക്ക് കാണുന്ന ആളാണ്. പല സ്വഭാവത്തിൽ. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോടതിയിലെത്തട്ടെ. ഇതിപ്പം മാംഗ്ലൂരും പിന്നെ ഡൽഹിയിലും എങ്ങാണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉണ്ടല്ലോ. പിടിച്ചകത്തിടാൻ മാത്രമൊന്നും അതിനകത്തില്ലല്ലോ. ഈ നാഷണൽ സിമ്പിൾ റെസ്പെക്ട് ടു നാഷണൽ സിമ്പിൾസ്, അതിലാണ് ഇത് വരിക. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഇതിനകത്തൊരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അത് അഡ്വൈസറി മാത്രമാണ് എന്ന് പറഞ്ഞു. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കമ്പൽസറി ആയിട്ട് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. എനിവേ, ഈ 73-ലെ നിയമത്തിൽ മാറ്റം വന്നു കഴിഞ്ഞു. നാഷണൽ സിമ്പിൾസിൻ്റെ പട്ടികയിലേക്ക് വന്ദേ മാതരം കൂടി കയറി കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ അതൊരു കോടതി വ്യവഹാരത്തിലൂടെ കടന്നു പോകുന്ന അതിലൊരു ക്ലാരിറ്റി വരാൻ ഗുണകരമാവും. നമ്പർ 1. നമ്പർ 2 എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജിമ്മി പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റിയുള്ളൊരു പൊസിഷൻ എടുക്കുക എന്നുള്ളതിൽ അവർ ഭയങ്കരമായി കൺഫ്യൂസ്ഡാണ്, എപ്പോഴും കൺഫ്യൂസ്ഡാണ്. ഓഫ് കോഴ്സ് രാഹുൽ ഗാന്ധിയൊക്കെ വളരെ സ്ഫുടമായി ചിലപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും അതിൻ്റെ ഒരു സീനിയർ ലീഡർഷിപ്പ് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വഴുക്കി കളിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. ഇവിടെ ഈ കേസിൽ ഈ വന്ദേ മാതര മുഴുവൻ ചരണങ്ങളും ചൊല്ലാതിരിക്കുന്നത് ഒരു ക്രിമിനൽ പ്രൊസീജിയർ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണെന്നുള്ളത് കോടതി വഴി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഇവരങ്ങനെ ചെയ്തോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പിന്നെ സോണിയാഗാന്ധി എന്താ ചെയ്തത്? എന്തോ കൈ ഇങ്ങനെ ബുക്കുകയല്ലേ ചെയ്തത്? അത് വന്ദേ മാതരം തടസ്സപ്പെടുത്തിയതാണെന്ന് നിങ്ങളെങ്ങനെയാണ് കോർട്ടിൽ പ്രൂവ് ചെയ്യുക? അത് കസേര എടുക്കാനാണെന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. അപ്പോൾ അതിലെന്താണ് ഇവരെടുക്കുന്ന പൊസിഷൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കോടതിയിലെ കസേര എടുക്കാൻ പറഞ്ഞതാണോ, അതല്ല ഇത് പാടണ്ട എന്ന് പറഞ്ഞതാണോ? അപ്പോൾ അതിൽ കോൺഗ്രസ്സിന് ക്ലാരിറ്റി വരുത്തേണ്ടി വരും. ഇതിൽ പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും 37-ലെ കോൺഗ്രസിൻ്റെ തീരുമാനമുണ്ട്. അത് ശരിയാണ്. അത് ആരാ എടുത്തത്? കോൺഗ്രസിൻ്റെ എക്കാലത്തെയും സ്റ്റാൾവേർട്ട് ലീഡേഴ്സ്, അതിലപ്പുറം ലീഡേഴ്സിനെ കിട്ടില്ലല്ലോ. മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ ജവഹർലാൽ നെഹ്റു, ടാഗോർ, ഇവരെല്ലാം കൂടി കൺസൾട്ട് ചെയ്തെടുത്തൊരു തീരുമാനമാണത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് 2 സ്റ്റാൻസ മാത്രം പാടാം. അതിന് വളരെ വളരെ ലോജിക്കലായ റീസൺ. ഒരു നാഷണൽ സിമ്പിൾ ആയിട്ട് ഒരു പ്രതീകാത്മക വാല്യൂ ഉള്ള എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോഴും അതെല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയായിരിക്കണം. ഒരു നാഷണൽ സിമ്പിളാകാൻ മാത്രം ക്വാളിഫൈഡ് അല്ല ആ ഗാനം എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് ക്വാളിഫൈഡ് അല്ല. നമ്മളുടെ ദേശം എന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത്
അത് എന്താണ് ഡിവേഴ്സായിട്ടുള്ള പല സ്വഭാവത്തിലുള്ള സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഉള്ളതാണ്. അതിനെല്ലാറ്റിനെയും കൂട്ടിയോജിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് നാഷണൽ സിംബൽസിനെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊരു പൊസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചത്. മുമ്പ് ഒരു KSUവിൻ്റെ ഒരു പഠന ക്യാമ്പ് സെമിനാർ വന്നതാണ്. അതിൽ ഹമീദ് ചെന്നാങ്കുലൂർ വന്ന് പ്രസംഗിക്കുകയാണ്. ഇടതുപക്ഷ ചിന്തകനാണ്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ പഠിപ്പിക്കുന്നില്ല, അങ്ങനെ ആദർശങ്ങൾ പഠിക്കാനും വായിക്കാനും അറിയാനും പറ്റിയ പുസ്തകങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടതാണ്. അപ്പോൾ തൊട്ട് ശേഷം വരുന്നത് കോൺഗ്രസ് യുവ നേതാവുള്ള VT ബൽറാമാണ്. VT ബൽറാം ഇതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഹമീദ് ചെന്നാങ്കുലൂർ പറഞ്ഞു കോൺഗ്രസിൻ്റെ ആദർശം പഠിപ്പിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് കോൺഗ്രസിൻ്റെ ആദർശം ഇന്ത്യൻ ഭരണഘടനയാണ് എന്നുള്ളതാണ്. അതിലപ്പുറം ഒരു പുസ്തകമില്ല. അത് ഗംഭീരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ശരിയുമാണ്. സോ ഇന്ത്യൻ നാഷണാലിറ്റിയുടെ നമ്മൾ ഇന്നീ കാണുന്ന നാഷണൽ സ്റ്റേറ്റ്, ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ സ്റ്റേറ്റ്, അതിനെ ഫോം ചെയ്യുന്നതിൽ ഏറ്റവും ഡിസൈസീവ് റോൾ വഹിച്ചൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ അടിസ്ഥാന രേഖ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഏറ്റവും റോളുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ളത് ഏറ്റവും റോളുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് എത്രത്തോളമാണ് നമ്മുടെ ഡിവേഴ്സിറ്റിയെ അതിനെ അക്കമഡേറ്റ് ചെയ്യുന്നത് പോലെയല്ല, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഭരണഘടനയിലൂടെ വെറുതെ ഒന്ന് ഓടിപ്പോയാൽ ആർക്കും മനസ്സിലാവും. ഒന്നാമത്തെ വാചകം തന്നെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഭാഷയുടെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, മതങ്ങളുടെ കാര്യത്തിൽ എല്ലാറ്റിനെയും അക്കമഡേറ്റ് ചെയ്യുക. അതെല്ലാം ചേർന്നുള്ള ഒരു ദേശരാഷ്ട്ര രൂപം എന്ന് പറയുന്നൊരു സങ്കല്പം. ആ സങ്കല്പത്തിന് വിരുദ്ധമാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്ന് അങ്ങോട്ട് മുഖത്ത് നോക്കി പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അയ്യോ ഞങ്ങൾ വന്നേ അതിനും പാടാതെ ഇരുന്നിട്ടൊന്നുമില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ അപ്പോളജറ്റിക് സമീപനമായിട്ട് കുറച്ചു കാലം കോൺഗ്രസ് പോയി. ആ പോയതാണ് കോൺഗ്രസിനെ നശിപ്പിച്ചത്. അത് രണ്ടാമത് തിരിച്ചു വരാനുള്ള ഒരു ശേഷി കാണിച്ചു തുടങ്ങിയത് ഈ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങിയ കാലത്താണ്. അപ്പോൾ അത് ഈ CJP പ്രൊട്ടസ്റ്റും ഇതെല്ലാം വന്നതിന് ശേഷമുള്ള ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ അതെല്ലാം മറന്ന് ഏതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണെന്നാണ് പറയപ്പെടുന്നത്. അവർ വന്നിട്ട് പരിപാടി നടത്തുന്നു. ഈ വലിയ നേതാക്കന്മാർ ഖഡ്ഗെ, രാഹുൽ, സോണിയ, അപ്പുറത്ത് മാക്കനാണ് നിൽക്കുന്നത് അല്ലേ, അജയ് മാക്കൻ, ഇവരൊക്കെ നിൽക്കുന്ന വേദിയിൽ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചങ്ങായിമാർ അറിയുന്നത് ഇതാണ് നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ റൺ ഡൗൺ ഒന്നും ഇവരാരും കണ്ടിട്ടില്ല, ഇവർക്ക് അറിയില്ല. അതും എഗൈൻ ഒരു വിഷയമുണ്ട്. കോൺഗ്രസ്സുകാർ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ കാണിക്കേണ്ട ശ്രദ്ധ. നോഫൽ ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് ഒരു പരിപാടി ദേശീയഗാനം പാടി, എൻ്റെ ദൈവമേ, ഏത് വന്ദേ മാതരമല്ല, നമ്മുടെ ജനഗണമന പാടിയിട്ട് തെറ്റിപ്പോയി രക്ഷപ്പെടുത്താൻ വേണ്ടി പാലോട് രവി മൈക്ക് പിടിച്ചെടുക്കുന്നു. പാലോട് രവി പരാജയപ്പെടുന്നു. അവസാനം രക്ഷ സിദ്ദിഖാണ് അല്ലേ, പിന്നെ ഒരു റോഷന, ഒരു ലേഡി അല്ലേ, ഒരു ലേഡി വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത്. മര്യാദയ്ക്ക് ഈ ജനഗണമന. അപ്പോൾ ഒരു പരിപാടി മുമ്പൊരു ഒരാൾ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പോയി പ്രസംഗിക്കണം. അപ്പോൾ പിന്നെ സദസ്സ് ആകെ അലങ്കോലമാണ്, ബഹളവും ഇതൊക്കെ. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞു, അതെ നിങ്ങളിങ്ങനെയൊക്കെ കളിക്കുകയാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നിന്ന് പ്രസംഗിക്കും, കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ എൻ്റെ ബാക്കിലുണ്ട് സ്റ്റേജിലാണ് കൂടുതൽ ആളുകളുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. കോൺഗ്രസ് അത് ഇങ്ങനത്തെ കുറച്ച് കേസൊക്കെ വരട്ടെ, എന്നിട്ടാണ് കോൺഗ്രസ് ഒന്ന് പഠിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഇനിയും പഠിക്കുമെന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം.